ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ ട്രേഡ്സ് കാര്യങ്ങളൊന്നും നോക്കിയാൽ ഇപ്പം ഗോൾഡ് ഓപ്പൺ ആയത് തന്നെ കുറച്ച് ദിവസം കൊണ്ട് ഗോൾഡ് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓപ്പണിങ്ങിൽ നെഗറ്റീവ് തന്നെ നോക്കിയത്. പിന്നെ നമുക്കൊരു ബൈയിങ് ലെവലായിട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയ ആയിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവലാണ്. അപ്പം ആ ഒരു ലെവൽ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം നമുക്കൊരു 50 മിനിറ്റ് ഇട്ട് ചെക്ക് ചെയ്താൽ ഈ ഒരു ലെവൽ എന്താണ് നമുക്ക് തുടക്കത്തിൽ രാവിലെ മോർണിംഗിൽ എൻട്രി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ മാർക്കറ്റ് എന്താണ് ഒരു ഡിമാൻഡ് വന്ന് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് പുഷ് ചെയ്ത് പോയി. ഞാൻ ഒരു ലെവൽ നോക്കിയത് ആ സമയത്ത് ബൈയിങ് നോക്കിക്കൊണ്ടിരുന്നതാണ്. അതായത് നല്ലൊരു ഹൈ ടൈപ്പിന് ഡിമാൻഡ് ചെയ്തതുകൊണ്ട് ബൈയിങ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു 15 മിനിറ്റ് എന്താണ് ഒരു പ്രോപ്പർ സപ്ലൈ കിട്ടി. ആ സപ്ലൈ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ SL അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് വെച്ച് എനിക്ക് അത്രയും ഒരു പ്രോപ്പർ സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് എന്താണ് ഞാൻ ആ ട്രേഡ് പുഷ് ചെയ്തില്ല. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റ് സപ്ലൈ അല്ലെങ്കിൽ 50 മിനിറ്റ് സപ്ലൈ ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയ മാർക്കറ്റ് വന്ന് പുഷ് ചെയ്തപ്പോൾ ഞാൻ എന്താണ് ലോ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ എനിക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ചേഞ്ച് ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്തു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടി. ആ ബ്രേക്ക് ഔട്ട് ജസ്റ്റ് ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു കാൽക്കുലസ് ബ്രേക്ക് ഔട്ട് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഈ ഒരു ലെവൽ എനിക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്തു. ഈ ഒരു ലെവലിൽ ഞാൻ ട്രേഡ് പുഷ് ചെയ്തു. അപ്പം ഞാൻ നോർമലി ഇച്ചിരി ബഫർ ട്രേഡ് എന്താണ് അപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ ട്രേഡ് പുഷ് ചെയ്തു. SL വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ആ ഒരു റീസെൻറ്റ് ഹൈ ആണ് SL വെച്ചിരുന്നു. ടാർഗറ്റ് വെച്ചിരുന്നു ഏകദേശം 1:2 എന്നാണ് ടാർഗറ്റ് വെച്ചിരുന്നത്. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രേഡാണ് ഞാൻ ഇന്ന് പുഷ് ചെയ്തത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എന്താണ് കുറച്ചൊന്ന് ഡിലേ ആയി, എന്നാലും നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് പിന്നീട് മാർക്കറ്റ് നല്ല ഡിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് താഴേക്ക് പോയി. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് നമുക്ക് ഞാൻ നോർമലി 1:2 ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 1:2 മാർക്കറ്റിൽ നിന്ന് ക്യാച്ച് ചെയ്തു, ഞാൻ ഔട്ടായി മാർക്കറ്റിൽ നിന്ന്. അപ്പം നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ലോവറിലും ഉണ്ടായിരുന്നു. ലോവറിലും ഈ ഏരിയസിലൊക്കെ ബൈ ഏരിയ അല്ലെങ്കിൽ ബൈ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏരിയസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെയും കുറച്ചുകൂടെ കൺഫർമേഷന് വേണ്ടി ഒരു പ്രോപ്പർ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡിലേക്ക് വന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാം പറഞ്ഞ രീതിയിൽ ഇരുന്നതാണ്. ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ലോയിലേക്ക് വന്നാൽ ഇവിടെ ഒരു ട്രേഡ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരു പ്രോപ്പർ സെറ്റപ്പിലേക്കൊന്നും മാർക്കറ്റ് വന്നില്ല. അപ്പം ഈ ഒരു ട്രേഡാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.